എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത എൻ്റെ അറിയിക്കുന്നത് പറഞ്ഞ് എസ് ഐ വിളിച്ച് അറിയില്ല. എന്തിനു ചെറിയ കാര്യം എനിക്കറിയില്ല. പിള്ളേരെ കൊണ്ടാണ് ഇവര് പോയി എന്തെങ്കിലൊക്കെ ഒപ്പം പിള്ളേരെ പിള്ളേരെ തരാത്തത് പിള്ളേരെ കൊണ്ടുവന്ന് ഈ രീതിയിൽ കൊണ്ടുവന്ന് കൊല്ലേണ്ട വല്ല കാര്യമുണ്ട്. ഇവിടെയൊക്കെ വീട് കൊണ്ടായിരുന്നു. എന്തിന് എറണാകുളത്ത് പോയി? ആരെങ്കിലും ഇല്ലാതെ എവിടെയിങ്ങനെ എറണാകുളത്ത് പോകുള്ളൂ. അവളെ അമ്മയെ വിളിച്ചായിരുന്നു. വലിയ എടുത്തിട്ടുണ്ടോണ്ട് കാണിച്ചേക്കുന്നു. ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത് അതാണ്: ഞങ്ങൾ ഭർത്താവിൻ്റെ വഴിയെ പോകുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒന്നും അറിയാത്ത 3 കുട്ടികളുടെ ജീവനാണ് ഇപ്പം എടുത്തുപോയത്. അതിന് എന്താണ് നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ്? അതൊരു ക്രൂരത തന്നെയല്ലേ? അത് അവര് കാണിച്ചത് ക്രൂരത. അതിനെപ്പറ്റി നമുക്ക് വേറെ ഒന്നും പറയാനായിട്ടൊന്നും. അല്ല, ഏത് സാഹചര്യത്തിലായാലും അതല്ല, അവർ കാണിച്ചത് ക്രൂരത കാണിച്ചത്. കുട്ടികളെ ആരുടെ അടുപ്പം കുറവാണ്. മോളും അങ്ങനെ. മോളും അങ്ങനെ. മോളെ നമ്മൾ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇവിടെ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് ഏത് വീട്ടിൽ നിന്നാണെന്ന് നമുക്കറിയാം. പൂവച്ചലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അത് എവിടെ വെച്ചായിരുന്നു വിവാഹം നടന്നത്? അന്ന് നമ്മളിവിടെ പാർട്ടിക്ക് നമ്മൾ പോയിട്ടുള്ളൂ. വീട്ടിൽ വെച്ച് തന്നെ കല്യാണം. കല്യാണം അതെനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ എന്നെ കല്യാണം കഴിച്ചോണ്ടൊക്കെ അവിടെ. അതാണ് നമ്മൾ വലിയ കാര്യമാണ്. പിള്ളേരെ കണ്ടുപിടിച്ച് തരണമെന്നും പറഞ്ഞ് ഞാൻ സർക്കിൾ വീണ്ടും ഞാൻ കേസ് കൊടുത്തു. അപ്പോൾ എസ്ഐക്ക് സർക്കിൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഇവരെടുക്കൂല. 3 ഫോണുണ്ടായിരുന്നു. 3 ഫോണിന് വിളിച്ച് എടുക്കണം. ഈ പിള്ളേരെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവരെ കണ്ടുപിടിക്കുന്നു. ഈ വീഡിയോ ഫുട്ടേജ് റെക്കോർഡ് ചെയ്ത സമയത്തൊക്കെയും ഒരു വേനൽ മഴ നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പോയത് വിളപ്പിശാലയായിരുന്നു. വിളപ്പിശാല നിന്ന് പിന്നെ പോയത് ഈ അശ്വതി എന്ന് പറയുന്ന കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയ ഉണ്ണിയുടെ നാട്ടിലേക്ക്, പൂവച്ചലേക്ക്. അവിടെ ചെന്നപ്പോഴും മഴ പിന്നാലെ പിന്തുടർന്നു. അവിടെ ദുരന്ത കാഴ്ചകളായിരുന്നു. ധാരാളം കളിപ്പാട്ടങ്ങൾ, സൈക്കിളുകൾ, ഉണ്ണിയുടെ ഡിസയർ കാറ്, ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, പിക്കപ്പ് വാൻ, എക്സർസൈസ് മെഷീൻസ്, കുട്ടികളുടെ ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ. ധാരാളം സ്വപ്നങ്ങളുള്ള ആളായിരുന്നു ഉണ്ണി. നല്ലൊരു പാട്ടുകാരനായിരുന്നു. ഉണ്ണി എന്നാണ് വീട്ടിൽ വിളിച്ചിരുന്നത്. ഉണ്ണി സിനിമ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. കാണാൻ സുന്ദരനായിരുന്നു. പിന്നെ ഉള്ളിയുടെയും സവാളയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഹോൾസെയിൽ ഡീലറായി പ്രവർത്തിക്കുകയായിരുന്നു. അശ്വതി വിവാഹം കഴിച്ച് ഈ നാട്ടിലേക്ക്, പൂവച്ചൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് 3 മക്കളും ഉണ്ടായി. അറിയാം കുട്ടികളെ. അതുകൊണ്ടൊരു വിഷമം. പിന്നെ ഒരു കാര്യം, ഒരു കണക്കിന് അവൻ ചെയ്തതാണ് കുറച്ച്. നമുക്ക് അവരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞതല്ല. അയാൾ എന്ത് ചെയ്തില്ല? അയാളുടെ ഭാര്യയോ മക്കളെയോ നശിപ്പിച്ചില്ല, ഒറ്റയ്ക്ക് പോയി. പക്ഷെ ഇവര് ചെയ്തതോ, ഈ 3 പിള്ളേർ എന്ത് ചെയ്തു? അതാണ് പറഞ്ഞത്. അത് നമുക്ക് അറിഞ്ഞൂടാ. അവരെപ്പോഴാ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ കുട്ടികൾ എത്ര പഠിക്കുന്നത്? ഇവര് ഒരാൾ 8ലും, മൂത്താൾ 8ലും, ഒരാള് 3ലും. എഴുതിയിട്ടെങ്കിൽ ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ? അല്ല, സത്യം ഇവരെ കുറിച്ച് അറിയണതേ വാർത്തയിലൊക്കെ വന്നതിന് ശേഷം. അങ്ങനെ ആവശ്യമില്ലാതെ നമ്മളെ അങ്ങനെ വിളിക്കുക, അവരൊന്നും ചോദിക്കുക, അങ്ങനെയൊന്നുമില്ല. അവര് 3 കുട്ടികളല്ലേ? 3 പേര്. ആ മുറിയാണ് അവരങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അല്ല, ആ വാർത്തയിലൊക്കെ കേട്ടത് വിലപ്പെട്ട സംഗതികളെല്ലാം അവിടെ നിന്ന് ആളില്ലാത്ത സമയത്ത്. അത് തന്നെ, ആ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയല്ലോ. ആ തിരുവനന്തപുരം വിളപ്പിശാലയുള്ള ആ വീട്ടിൽ അവർ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ 3000 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവർ മാനസികമായി വലിയ അസ്വസ്ഥതയിലായിരുന്നു. ആ കുട്ടികളെയൊക്കെ അറിയുന്നതായിരുന്നു. ആ കുട്ടികളുടെയൊക്കെ നേരം പോക്കുകളും ചിരിയും കളിയും ഒന്നും ഓർമ്മയിൽ നിന്ന് മായുന്നില്ല എന്നെന്നോട് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ അറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പൂവച്ചലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു പേമാരി പെയ്യാൻ ഒരുങ്ങുന്ന പ്രകൃതിയുടെ മറ്റൊരു മുഖമായിരുന്നു.
കഴിഞ്ഞ കുറേയേറെ കാലമായി അതിശക്തമായ വേനലാണ്. ഇന്നും അങ്ങനെ തന്നെ. ഇവിടെ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ വല്ലാത്ത ഒരു വേദനയുണ്ട്. എവിടെയൊക്കെയോ താളം തെറ്റുന്ന മനസ്സുകളുണ്ട്. അതിൽ തുടക്കം കുടുംബ ബന്ധങ്ങളുടെ താളം തെറ്റലാണ്. അത് ഇന്ന് വാർത്തയിലുടനീളം പറയാനുണ്ട്. ഒളിഞ്ഞും പതുങ്ങിയും വീടുകളിലേക്ക് എത്തുന്ന ഒരു മഹാവ്യാധിയാണത്. ഒരിക്കലും ചികിത്സിച്ച് ഭേദപ്പെടുത്താതെ പോകുന്ന ദുരന്തങ്ങളിലേക്ക് ഒറ്റയ്ക്കും തെറ്റായും ഒരു കുടുംബം ഒന്നാകെയും ചെന്നെത്തുന്ന അവസ്ഥ സങ്കടകരമാണ്, വിഷമമാണ്. അമ്മയുടെ മകൻ ഉൾപ്പെടെ, മകന്റെ കുടുംബം ഉൾപ്പെടെ അമ്മയ്ക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് ഈ 3 കുട്ടികളെയും ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുകയും അവർ ജീവനൊടുക്കുകയും ചെയ്തൊരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു കുറിപ്പ് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഭർത്തൃ വീട്ടിൽ വന്ന് നിന്ന സമയത്തും വിവാഹം കഴിഞ്ഞ് വന്ന സമയത്തും ഒക്കെ ഉണ്ടായ പ്രഷറാണ് ഇതിന് കാരണമെന്ന്, ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കേൾക്കുന്നവർക്ക് ഇത്രയധികം പരുക്കനായ ഒരു അമ്മായി ആരാണ് എന്ന ചിന്ത ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ്, ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, എന്തൊക്കെയോ രോഗങ്ങൾ ബാധിച്ച് അതിൻ്റെ വിഷമതകളിൽ കഴിയുന്ന ഒരു അമ്മയാണ് കണ്ടത്. എന്താണ് അമ്മയുടെ മകന്റെ കുടുംബത്തിന് സംഭവിച്ചത്? എനിക്ക് അറിയില്ല അമ്മ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ മകൻ ഒരു കുഴപ്പമില്ലാതെ നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവനാണ്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, സവാള, വെളുത്തുള്ളി ഇതെല്ലാം ഹോൾസെയിൽ നടത്തിക്കൊണ്ടിരുന്ന മകനാണ്. രാവിലെ പോകും, വണ്ടിയുണ്ട്, പിക്കപ്പുണ്ട്, യൂണിയൻകാരുണ്ട്, എല്ലാവരുമായിട്ട് പോകും, സ്ഥലങ്ങളിലെല്ലാം പോകും, സാധനം കൊടുക്കും, തിരികെ വരും, ഉച്ചയ്ക്ക് വരും, ഇവിടെ വന്ന് മക്കളുമായിട്ട് ഉച്ചയ്ക്ക് നിന്ന് കഴിക്കും. നല്ല നല്ല രീതിയിൽ മക്കളെയൊക്കെ വലിയ സ്നേഹമാണ്. ഭാര്യയും ഒന്നിനാണ് ഒരു വാർക്കും പറയില്ല. ഭംഗിയായിട്ട് ഇരുന്ന കൂട്ടത്തിലാണ് ഇന്ന്. പല ദിവസവും ഇവൾ ബിസിനസ് ചെയ്തിട്ട്, എൻ്റെ മകൻ ബിസിനസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടൊരു പൈസ വെച്ചിട്ട് ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ 20 വച്ചിട്ട് പോണ പൈസ എടുത്തുകൊണ്ട് ഇവളുടെ അമ്മ ഉണ്ടാകും, കൂടെ കൂടി വരും, അമ്മയായിട്ട് വെളിയിൽ ഇറങ്ങി പോകും. 20 രൂപ എടുക്കുന്നു. രൂപ കൊണ്ട് 50,000 കൊണ്ടുപോകും, 1,00,000 രൂപ കൊണ്ടുപോകും. പോയി 8-10 ദിവസം കഴിഞ്ഞ് പിന്നെ വരും. ഇവരെ കൂടി കൊണ്ടുപോകും. അപ്പോൾ പറയും, നീ വാ, നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ടുപോവാ, എനിക്ക് കൊച്ചുങ്ങളെ കാണുമ്പോൾ വിളിക്കുമ്പോൾ നീ പോടാ, നീ നല്ല ജോലി നോക്കണം എന്നൊക്കെ വിളിച്ച് പറയും. പല ദിവസവും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ആ പൈസ തീർന്നെന്ന് അറിയുമ്പോൾ തിരികെ വരും. ഈ പൈസയെ കൊണ്ട് അമ്മയും മോളും കൂടി പോയിട്ട് ടെക്സ്റ്റൈലിലും ബ്യൂട്ടി പാർലറിലും എല്ലാം പോയിട്ട് പൈസ തീരുമ്പോഴാണ് വരുന്നത്. വരുമ്പോൾ ഇന്ന് തന്നെ ഇവൻ തന്നെ ആഹാരം പോലും കഴിക്കില്ല. ഇവിടെ വലിയ വിഷമത്തിലാണ് ഇരിക്കുന്നത്. ബിസിനസ്സും നല്ല ഇങ്ങനെ ആകുമ്പോഴും ബിസിനസ്സിലേക്കും പോകാൻ വയ്യാത്ത രീതിയിൽ ആ വലിയ വിഷമിക്കും. സമയത്ത് ബിസിനസ്സിന് പോകാൻ പറ്റാതാവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് അന്വേഷിച്ചാതെ ഒരു മാസത്തിൽ ഒരു 5 ദിവസമെങ്കിലും അവള് ഇങ്ങനെ പോകാറുണ്ട്. കൂടെ കൂടി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വീട്ടിൽ പോകും. വീട്ടിലൊന്നും വന്ന് പോയിട്ട് ഇങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. ഇപ്പോഴൊക്കെ ബിസിനസ്സിലൊന്നും ഗോഡൗണുണ്ട്, ഗോഡൗണ് കിടക്കും. ഇവിടെ വരുമ്പോൾ ഉള്ളി, ഉരുളക്കിഴങ്ങ്, സവാളയൊക്കെ ചീത്തയായി കിടക്കും. വണ്ടി കറക്കിലെടുത്താണ് വെളിയിലെല്ലാം വണ്ടി ലോഡ് കണക്കിന് കൊണ്ടുവന്ന് പിന്നെ വല്ലതും കൊണ്ടുപോയി തള്ളുന്ന വെളിയിൽ. കാരണം അത്ര ചീത്തയായപ്പോൾ ഞങ്ങൾ വരുന്നത് ബിസിനസ് നടത്താതിരിക്കുന്നു. അങ്ങനെ വലിയ വിഷമത്തിലാണ്. ഇവിടെ ഈ മകൻ മരിച്ചതിന് കാരണം എന്തായിരുന്നു? മരിച്ചതിന് കാരണം ഇങ്ങനെ തന്നെ പല ദിവസവും ഞാൻ സാധനങ്ങളെ കൊണ്ടുപോകും. ഇടയ്ക്ക് ഒരിക്കൽ പോകുമ്പോഴും ഇവന്റെ അണ്ടർ വരുന്നത് ഉൾപ്പെടെ ഇവൻ ബിഗ് വയ്ക്കുമായിരുന്നു. ബിഗ് വയ്ക്കും. ഇവൻ നല്ല പാട്ടുകാരനായിരുന്നു, സീരിയൽ നടനായിരുന്നു. അത് എല്ലാം ഇവർ ഈ പാട്ട് പാടിയിട്ട് വരുമ്പോഴും, പാട്ട് പാടിയിട്ട് വരുമ്പോഴും ഡിബേറ്റ് പാടണമെങ്കിൽ ആരുടെ ഡിബേറ്റ് പാടിയെന്നും നിനക്ക് വേറെ ആരുടെ പോയെന്നും അതിനകത്തൊക്കെ പറയും. ഇതിന് മിണ്ടില്ല. ഞാൻ എന്തെങ്കിലും നോക്കുമ്പോൾ പറയും, അമ്മ മിണ്ടണ്ട, അമ്മ കുടുംബമാണ്, അമ്മ വരും, കുടുംബം ഇല്ലെങ്കിൽ ഒന്നുമില്ല എപ്പോഴും പറയും. അതുകൊണ്ട് അമ്മ ഇതിനൊന്നും സംസാരിക്കണ്ടെന്ന് പറയും. ഞാൻ മിണ്ടയില്ല, ഒന്നും മിണ്ടാറില്ല പറയും. ഇവരുടെ കാര്യത്തിലേ ഇടപെടില്ല. അങ്ങനെയായിരുന്നു.
ഈ അടുത്ത കാലത്ത് ജൂലൈ 17-ാം തീയതിയാണ് എൻ്റെ മകൻ മരിക്കുന്നത്. ആത്മഹത്യ ചെയ്തതാണ്. അതെന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ അതിന് ഒരാഴ്ചക്ക് മുമ്പ് അപ്പൊ എനിക്ക് കിഡ്നി പേഷ്യൻ്റാണ്. എൻ്റെ കിഡ്നിയുടെ വാൽവിന് പിന്നെ വീർത്തുള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചെയ്താലും ഗുണമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ മരുന്ന് കഴിക്കുകയാണ്. നെഫ്രോയുടെ ഡോക്ടറെ കാണാൻ 1 മാസത്തിൽ 2 വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെയുള്ള ഇപ്പം ഗുളികൾ കഴിക്കാനും 14,500 രൂപയുടെ ഗുളിക മാസത്തോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്. 4,500 രൂപ ഗുളിക അമ്മയുടെ ചികിത്സയ്ക്ക് മാത്രം ഗുളിയാണ്. ഇപ്പൊ പിന്നെ ഈ വീട്ടിൽ ആരാണുള്ളത്? മകൻ നഷ്ടപ്പെട്ടു. മകനാണ് എന്നെ ആശുപത്രി കൊണ്ടുപോകണതും എവിടെ കൊണ്ടുപോകണതും വണ്ടിയും കൊണ്ടുവരും. ആശുപത്രി പോണതും എവിടെയെങ്കിലും പോണതും ഇവനാണ്. ഇപ്പൊ അമ്മ ഒറ്റയ്ക്കാണോ? ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പൊ ആരുമില്ല. അപ്പൊ ആഹാരം പാചകം ചെയ്യാനും ചെയ്തത് അതെന്റെ അടുത്ത സഹോദരൻ അടുത്തുണ്ട്. ആ സഹോദരൻ ചോറ് കൊടുത്തയക്കും. അമ്മ ഈ മരുമകൾ അമ്മയ്ക്ക് ഉപകാരമായിരുന്നില്ല. ഇല്ല. മകൾ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ തന്നെ മകളും മകളുടെ അമ്മയും പിള്ളേരുമായിട്ടും മുറിയിൽ ചിലപ്പോൾ വരുന്നുണ്ടായിരുന്ന കുട്ടികൾ അവർ മുറിയിൽ കൊണ്ടുവച്ച് കഴിക്കും. അങ്ങനെയായിരുന്നു. എനിക്ക് വലിയ ആഹാരമൊന്നും എനിക്ക് വേണ്ട. ഈ മകന്റെ മരണത്തിന് ശേഷം എത്ര ദിവസം ഈ മരുമോളും കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു? മകൻ ഇത് ഒരു പെട്ടെന്ന് യാദൃച്ഛയായിട്ടാണ് ഇവള് പോയത്. പോയിട്ട് പോകുമ്പം ഇവന്റെ ഫോണ് ഇവന്റെ പിന്നെ വണ്ടിയുടെ ഡിസയറിന്റെ താക്കോല്, ബുള്ളറ്റിന്റെ താക്കോല്, ഒരു ആക്റ്റീവ് ഉണ്ട് അതിന്റെ താക്കോല്, പിന്നെ പിക്കപ്പിന്റെ താക്കോല്, ഇതെല്ലാം എടുത്ത് ഗോഡൗൺ ഉണ്ട് ഈ അടുത്ത ജംഗ്ഷനിൽ. ഗോഡൗണിന്റെ താക്കോല് സൈഡ് എടുത്ത് തലയിലെ വിജെടുത്ത് അണ്ടർവെയർ ഇതെല്ലാം എടുത്തിട്ട് ഇവൾ പോയിട്ട് ഞാൻ വിളിച്ചോണ്ടിരുന്നത് 2 ദിവസമായി 3 ദിവസമായി. ഞാൻ ഇവനെ എന്റെ കൂടെ നടക്കുന്നതാണ് കണ്ട്. അവൻ വരുമെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ വരുമ്പോ ഞാൻ ഇവിടെ കയറി കിടക്കും. അത് മകന്റെ മരണത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതെ. അപ്പോ മരണത്തിന് മുമ്പ് വാഹനങ്ങളുടെ താക്കോലെല്ലാം എടുത്ത് ഇവള് കൊണ്ടുപോയി താക്കോലും കൊണ്ടുപോയി. ഫോണും എടുത്തോണ്ട്. അത് ശരി. ഫോണും ഇല്ല. അങ്ങനെ എടുത്തോണ്ട് പോയി എത്രാമത്തെ ദിവസമാണ് മകൻ മരിക്കുന്നത്? 5-ാമത്തെ ദിവസം. അപ്പൊ മകനുമായിട്ട് പിണങ്ങി തന്നെയാണ് പോയത് ഇവിടെ. ഇങ്ങനെ പോയിട്ട് വിളിച്ചോ വരില്ല, നീ പോടാ. അപ്പൊ സീരിയലിലെ ആള് വിളിച്ചിരുന്ന തോമസ് സാറ് വിളിച്ച, ബിസിനസ് സാറ് ആരെങ്കിലും വിളിച്ചോന്ന് ചോദിച്ചപ്പോ എല്ലാരും വിളിച്ചടാ. ഞാൻ അവരോട് പറഞ്ഞു നീ പാസ്ഡ് ആവേന്ന്. അവരോട് നീ പാസ് കൊണ്ട് നീ ആവശ്യമില്ലാതെ പിള്ളേരെ കൊണ്ട് വാ. പക്ഷെ ഞാനല്ലെങ്കിൽ ആത്മഹത്യ നീ ആത്മഹത്യ നീ ചാവട ചത്തിട്ട് നീ പറ. അപ്പൊ ഞാൻ ഇതായിട്ട് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഞാൻ വിളിച്ചിട്ടേ ഇല്ല വിളയിക്കുന്നേ ഒരു ദിവസവും. അതുകൊണ്ട് നീ അത്ര പക്ഷമാണ് വന്നത്. കാരണം ഒരു പേരും കൂടെ ഇട്ടുകൊണ്ടാണ് നടന്നത് ഈ 3-4 ദിവസവും. എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അവസാനം പറഞ്ഞു നീ ഒരു കാര്യം നീ പിള്ളേരെ കൊണ്ട് പോവാ, നീ പോടാ, നീ ചാവും. ഞാൻ പറഞ്ഞു അവൻ ചാവൂന്ന് പറയുന്നു. അവൻ തൂങ്ങി നിങ്ങൾക്ക് അതിന് വിഷമമുള്ളൂ, എനിക്ക് വിഷമമൊന്നുമില്ല. അവൻ തൂങ്ങിയിട്ട് എത്ര കിലോ ഉണ്ടെന്ന് എൻ്റെ ഒന്ന് എഴുതി അറിയിക്കാൻ പറഞ്ഞു. ഇനി വിളിച്ച് പറയും, അപ്പോഴും ഞാൻ സമ്മതിക്കാം. അപ്പൊ പിന്നെ ഇപ്പൊ മരിച്ച സമയത്ത് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ്. അതൊന്നും എനിക്കറിയില്ല. എന്നിട്ട് മരിച്ചു. അങ്ങനെയായി 16 പേര് ഇവിടെ നിന്നു വന്നേ ഉള്ളൂ. എന്റെ സവാരങ്ങളെല്ലാം കൂടെ 16 ദിവസം 16 ദിവസം. പക്ഷെ 16 ദിവസം നിൽക്കുമെങ്കിലും മരിച്ചതിന്റെ പിറ്റേന്ന് തൊട്ട് അമ്മ അല്ലെങ്കിൽ എവിടെ വെളിയിലിറങ്ങും, പലഹാരങ്ങൾ വാങ്ങിക്കും, പിള്ളേർക്ക് കൊണ്ട് മുറിയിൽ വെച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു റൂമിൽ. ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവരിങ്ങനെ കുട്ടികൾക്ക് വിഷം കൊടുത്തു കൂട്ടാത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിന്റെ കാരണം എന്തെന്നാ മനസ്സിലാക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഇവിടുന്ന് ഇത് കഴിഞ്ഞ് 16 തന്ന് പാവനാച്ചിനെ കൊണ്ടുപോയി ഈ ചിതാഭസ്മം ഒഴുക്കി നമ്മളെ ആളുകളെല്ലാം ഒഴുക്കി പിന്നെ വന്നു ഉള്ളത് അന്ന് നിന്ന് പിറ്റേന്ന് പോയത്. പിന്നെ അവിടെ വന്നിട്ടില്ല. അവിടെ പിന്നെ അമ്മ ഒരു കേസ് കൊടുത്തതിന് കാരണമായി കേസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പുള്ളിങ്ങനെ കാണാൻ വണ്ടികൾ ഇങ്ങനെ കിടന്ന് ചീത്തയാവാനും വെയിലും മഴയും കൊണ്ട് കാറ്റും എല്ലാം പോയി. അത് അങ്ങറ്റായെന്ന് വെച്ചാൽ ഇത് അത് കൊടുത്ത ആക്രയ്ക്ക് കൊടുത്താലല്ലേ പറ്റ ആ രീതിയിലായി. എന്ത് വരും പുതിയ വണ്ടികൾ. അങ്ങനെ ഒരു കേസാണ് അമ്മ കൊടുത്തത്. അതോ വീട് കുത്തി തുറന്ന അതൊന്ന്
അതുകൊണ്ട് അതൊന്ന് അന്വേഷിക്കണം, അവരെവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഒരു ദിവസം ഞാൻ ഇല്ലാത്തപ്പോൾ എനിക്ക് കിഡ്നി പ്രശ്നമായിട്ട് എൻ്റെ സഹോദരൻ കൊണ്ട് ആശുപത്രി പോയ സമയത്ത് വെളുപ്പം കാലത്ത് ഇവിടെ ഇല്ലായിരുന്നു. രാവിലെ വന്ന് ഈ മതിൽ കയറി ചാടി ഇറങ്ങി ഈ വീട് കുത്തി തുറന്നു എല്ലാം. അപ്പൊ എസ് സർക്കിളും വന്ന് പറഞ്ഞ് അതിന് മുമ്പേ വന്നിരുന്നു. അന്ന് പറഞ്ഞ് ഇവിടെ അടച്ചിട്ടുണ്ട് ഇല്ലാടോ, നിങ്ങളെല്ലാം തുറന്നത് ഇത്രയും പ്രായമായ അവരെന്തൊരു എന്റെ ഗ്യാസ് ചെയ്തവളെടുത്ത് അകപ്പെട്ടിട്ട് കളഞ്ഞു. എവിടെ അമ്മയും കൂടി ഗ്യാസ് നോക്കിയാറിയോ, മുറികളെല്ലാം പൂട്ടിയിട്ടൊക്കെയാണ് അവര് കൂട്ടിട്ട് പോയിരിക്കുന്നതാണല്ലോ. അത് ശരി, അവര് പൂട്ടിയിട്ടൊക്കെ മുറികളാണ്. ഇവിടെ വീട് ഒരു മുറി മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ? ഇതിന്റെ താക്കോലപ്പോ ആരുടെയില്ലോ? അവരുടെ ഇല്ല, ആ മുറിയുമില്ല. പിന്നെ അമ്മയ്ക്ക് കിടക്കാനുള്ള ഒരു മുറി മാത്രമാണ് ഇപ്പൊ തന്നിട്ടുള്ളത്, ഈ ഒരു മുറി മാത്രം. അപ്പം അടുക്കളയിലെ പാചകത്തിനും മറ്റുമൊക്കെ അപ്പൊ വേറെ എങ്ങോട്ടും കയറാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു ബന്ധനത്തിലാക്കിയത് എത്ര ദിവസം വരെയായി? ഇങ്ങനെ ഒരു ബന്ധനത്തിൽ 8 മാസം ആവണം. 8 മാസമായിട്ട് ഇങ്ങനെ? അതെ. അപ്പോഴാണ് ഇതിനിടയിൽ ഞാൻ 3-4 പ്രാവശ്യം കൊണ്ട് പരാതി കൊടുത്തു, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഇപ്പൊ സർക്കിളും എസ്ഐയും പറഞ്ഞു, വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതെല്ലാം അടിച്ചു തുറന്നെടുക്കി നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ പോയിട്ട് വണ്ടി നിങ്ങൾ ആവശ്യത്തിന് ആശുപത്രിയിൽ പോയി എടുക്കാൻ പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല, വണ്ടി എടുക്കാൻ പോയില്ല, വീട് തുറക്കാനും ഞാൻ പോയില്ല. ഞാൻ ഉണ്ടാകുന്നു കാരണം എന്തിന് പറ്റും, ഈ പിള്ളേരുണ്ട്, 3 പിള്ളേരുണ്ട്, പിള്ളേർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ. ഒരു പട്ടിയുണ്ട്, അതായത് പട്ടി എത്തിയിട്ടാണ് നമ്മൾ പോയത്. പട്ടിക്ക് ആഹാരം കൊടുക്കണം, അടുത്ത വീട്ടിൽ ചായക്കടയിൽ കൊണ്ടുവന്ന് പറഞ്ഞാണ് അതിനുള്ള ആഹാരം കൊണ്ടുവന്ന് പട്ടിക്ക് കൊടുക്കണം. ഇപ്പൊ കേൾക്കുമ്പോ വാദി പ്രതിയാവുന്ന മട്ടാണല്ലോ. അതായത് ഇവിടെ ഇപ്പൊ ജീവനോട് ഒരാള് ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഈ വീട്ടില് ബാക്കി എല്ലാ റൂമും പൂട്ടി താക്കോലുമായി പോയിരിക്കുകയാണ്. അടുക്കള പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പൊ സഹോദരന്റെ വീട്ടിൽ നിന്ന് തരുന്ന ആഹാരമാണ് അമ്മ കഴിക്കുന്നത്, ഈ ഇവിടുത്തെ നായ്ക്കുട്ടിക്ക്, അല്ലെ? അങ്ങനെ പൂട്ടിയിട്ടിട്ടാണ് ഇവര് കൊച്ചിയിലേക്ക് പോകുന്നത്. ഇങ്ങനെയായി ഇവിടുന്ന് പോയി. എവിടെ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ജോലിക്ക് പോകണം, പോയിട്ട് ഞാൻ ഇനി തന്നെ വരും, വണ്ടിയൊക്കെ കൂടെ കിടക്കയില്ല, ഇനി വരുമെന്ന് പറഞ്ഞു. പക്ഷെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെയാണ് തിരുവനന്തപുരത്തൊക്കെ അന്വേഷിച്ച് കണ്ടില്ല. വീണ്ടും കൊണ്ടുപോയി ഒരു കേസ് കൊടുത്ത് അവരെ കണ്ടുപിടിക്കുന്നത് എൻ്റെ മോൻ്റെ മക്കളെ, കാരണം കൊച്ചൊക്കെ വെച്ച് തോടല്ലേ വലിയ കാര്യമാണ് കുട്ടികളുടെ പിള്ളേരെ കണ്ടുപിടിച്ച് തരണമെന്നും പറഞ്ഞ് ഞാൻ സർക്കിൾ വീണ്ടും ഞാൻ കേസ് കൊടുത്തു. അപ്പോഴെന്നെ എസ്ഐക്ക് സർക്കിൾ അവിടെ ഒന്ന് വിളിച്ചപ്പോൾ എടുക്കൂല. 3 കോണുണ്ടായിരുന്നു, 3 കോണിന് വിളിച്ചെടുക്കുന്നു. ഈ പിള്ളേരെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം അമ്മ ഉന്നയിച്ചായിരുന്നു, എനിക്ക് കുട്ടികളെ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചായിരുന്നു. പിള്ളേരെ വേണം, പിള്ളേരെ എവിടെയാണെന്നുള്ളത് പിള്ളേരെ മോന്റെ മക്കളല്ലേ. അപ്പൊ ആ കുട്ടികൾക്ക് ഇവിടെ വരാൻ താല്പര്യമാണ്. പിള്ളേർക്കാരുടെ രണ്ടാമത്തെ കൊച്ചുകുട്ടി എപ്പോഴും എന്നാ ചാപ്പിന്ന് വിളിച്ച് വരുന്നത് വേഗമാണ്. എന്നെ വിളിച്ചോണ്ടിരിക്കും, ഞാൻ കരയിടയ്ക്ക് വന്ന് കണ്ണൊക്കെ തുടങ്ങി. കൊച്ചു ഭയങ്കര ഭയങ്കര ഇതാണ്, ഞാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ. കുട്ടികളെ അമ്മയ്ക്ക് തരാതിരിക്കാൻ അവര് അങ്ങനെയായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേ അറിയുന്നില്ല. വെളിഞ്ഞ ഡോക്ടർ എസ് ഐ ഞാൻ വിളിച്ച്, സാർ ഇങ്ങനെ അന്ന് ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്ന കാര്യം. അപ്പോഴാണ് പറഞ്ഞു അശ്വതിയുടെ ഒരു ക്യാൻസർ എന്തൊക്കെയാണ്, അവരുടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. ഞാൻ സാർ അപ്പോൾ നമ്പരാണെന്നുമല്ല സാർ, അതുപോലത്തെ ഒന്ന് തരയുന്നത്. അത് അപ്പോഴാണ് പറഞ്ഞത് അതങ്ങനെ തരാൻ പറ്റില്ല, ഓൺലൈനാണ് തന്നതെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരം ഇതേപോലെ ഞാൻ വിളിച്ചപ്പോൾ അവര് വിളപ്പിച്ചാൽ എവിടെ നിന്നിട്ട് വീട് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് വിളപ്പിച്ചാൽ എന്റെ മോൻ വാങ്ങിച്ച വീടാണ്, ജപ്തിയായി കിടന്നതിന് മോൻ വാങ്ങിച്ച് ഇവർക്ക് ഏത് കൊടുത്താൽ കുറച്ചൊക്കെ വേണ്ടി ആ വീടാണ് ഇവർക്ക് ഒരു പോയി അന്വേഷിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ പിള്ളേർ അവൾ വായിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത്
ആത്മഹത്യ ചെയ്ത അതിക്കുന്നത് പ്രദേശത്തെ വിളിച്ച് അറിയില്ല. എത്തിരി ചെറിയ എനിക്കറിയില്ല. പിള്ളേരെ കിട്ടുന്നത് ഇവര് പോയി എന്തെങ്കിലൊക്കെ 10 പിള്ളേരെ തരാത്തത് പിള്ളേരെ കൊണ്ടുവന്ന് ഈ രീതിയിൽ കൊണ്ടുവന്ന് കൊല്ലേണ്ട വല്ല കാര്യമുണ്ട്. ഇവിടെയൊക്കെ വീട് കൊണ്ടായിരുന്നു. എന്തിന് എറണാകുളത്ത് പോയി? ആരെങ്കിലും ഇല്ലാതെ എവിടെങ്ങനെ എറണാകുളത്ത് പോകുള്ളൂ. അവളെ അമ്മയെ വിളിച്ചായിരുന്നു. വലിയ എടുത്തിട്ടുണ്ടോണ്ട് കാണിച്ചേക്കുന്നു. ഇതൊരു അസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞത് ഇവിടെ അദ്ദേഹത്തെ പിള്ളേരെ വെളിയിറക്കില്ല. പണ്ട് മുമ്പ് ഇവിടെ ഉള്ളപ്പോഴും വീട്ടിനകത്തിട്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് വന്നത്. എന്തിന് വെളിയിൽ പിള്ളേരെ വിടാതെ പിള്ളേരെ കളിക്കാൻ വിട്ട് ഇവർക്ക് കാശ് സ്വന്തമായിട്ട് ധാരാളം ഉണ്ടോ? ഒരു പൈസയില്ല, ഒരു ഗതിയില്ലാത്തവരാണ്. 3000 രൂപയാണ് അവിടുത്തെ വാടകയ്ക്ക് കൊടുത്തു. ആ വാടക ആർക്കാ കിട്ടുന്നത്? അവരുടെ GPay അക്കൗണ്ടിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോ നമ്മൾ വാർത്തകളിൽ കാണുന്ന, അതായത് ഈ ദുരന്തം നടന്നിരിക്കുന്ന ആ വീട്, 5 പേർ മരിച്ച വീട് എന്ന് പറഞ്ഞാൽ കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. അപ്പം അത് വാടകയ്ക്ക് എടുക്കാൻ ഉള്ള പണം ഇവിടെ നമ്മൾ പോകുമ്പോ അവന് 14 പവന്റെ ഉൾപ്പെടി ഉണ്ടായിരുന്നു. 5.5 പവന്റെ ഒരു മാലയും 5 പവന്റെ ഒരു ബ്രേസ്ലെറ്റ് 3 മോതിരം അവൻ്റെത് ഇത്രയും ഉണ്ടായിരുന്നു. പോയിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോ എന്റെ സഹോദരൻ കൊണ്ടുപോയിട്ട് ഇവിടെ വച്ചിട്ടാണ് പോയത്. ഇന്ത്യൻ ആശുപത്രിയിൽ പറഞ്ഞിട്ട് 2 വളയും 3 മോതിരം ഉണ്ടായിരുന്നു. ആ 3 മോതിരവും 2 വളയും അത് ഇവരെടുത്ത് വെച്ചത് വെച്ചിട്ടായിരുന്നു പ്രശ്നം. ഞാനിത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് എരി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് അങ്ങനെ നടന്നു. പിന്നീട് അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കിട്ടുമെന്ന് പറഞ്ഞു. അത് ഈ ആശുപത്രിയുടെ അമ്മ എന്റെ സാധനങ്ങൾ ഞാൻ മിണ്ടിയില്ല. അതിനും വഴക്കിനൊന്നിനും പോയില്ല. അങ്ങനെ ഇങ്ങനെ വെച്ചാണ് ഈ സംഭവങ്ങൾ നടക്കണം. അങ്ങനെ ഉരുപ്പടി ഉണ്ടായിരുന്നു. പോയിട്ട് അവർക്ക് 10 പവന്റെ ഉരുപ്പടി അവർക്ക് ഒരു മാല തന്നെ 7 പവന്റെ ഉണ്ടായിരുന്നു. അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അത് മുഴുവൻ കേൾക്കാൻ എനിക്ക് മനസ്സ് തരുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങൾ വളരെ തളർന്നിട്ടാണ്, കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് ഇതാണ്, സത്യാവസ്ഥ അറിയാൻ വേണ്ടി മാത്രമാണ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് അതിപ്പോ ഏകദേശം ഇത് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അമ്മയുടെ കൈ ഇതാണ്, വലിയ ഒരു ധനികയാണ്. കയ്യിലൊരു പ്ലാസ്റ്റിക് വള ഇപ്പൊ ഉണ്ട്. കഴുത്തില് ഒരു മുത്തുമാലയുണ്ട്. എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. കുട്ടിയെ കാണുന്നതിൽ ഭൗതികമായ തകരാറുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് പോയതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ 12 വയസ്സ് വരെ ഇവിടെ ജീവിച്ച ആ കുട്ടിക്ക് ഭൗതികമായോ ശാരീരികമായോ മാനസികമായോ ഒരു പ്രയാസമുള്ളതായിട്ടോ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയതായിട്ടോ നമുക്കൊരു അറിവില്ല. അല്ല, വാർത്തയിൽ നിറയെ കേൾക്കുന്നത് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയെന്നാണ്. അതിന് മാനസികമായ പ്രശ്നമുണ്ട്, സംസാരത്തിന് പ്രശ്നമുണ്ട് എന്നൊക്കെയാണല്ലോ. സംസാരത്തിൽ ചെറിയ കുഞ്ഞിന് പ്രശ്നമുണ്ടെന്നല്ലാതെ മറ്റൊരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ വെച്ച് അതുകൊണ്ട് ട്രീറ്റ്മെന്റിന് പോയിട്ടില്ല. അപ്പൊ ഇത്രയും വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം? ഈ കുട്ടി ഇവിടെ കാട്ടാക്കട തന്നെയുള്ള വിശ്വദീപ്തി എന്ന് പറയുന്ന CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ സ്കൂൾ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ഈ കുട്ടിക്ക് അങ്ങനെ മാനസിക ഭൗതിക ശേഷിക്കുറവുണ്ടോ, ഇങ്ങനെ വൈകല്യമുണ്ടെന്ന് അറിയാൻ കഴിയും. പക്ഷെ നമ്മുടെ അറിവിൽ ഇതിന് ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് പോയിട്ട് ഏകദേശം 7 മാസം കഴിഞ്ഞു. ഈ 7 മാസത്തിന് എറണാകുളത്ത് എത്തിയെന്ന് പറയുന്നത് 2 മാസം മുമ്പാണ് കടയിൽ. അതിനു മുമ്പുള്ള 5 മാസം എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കൊരു ദൂരവും ഇല്ല. എന്റെ സഹോദരി പലപ്പോഴും ഫോൺ ചെയ്യുകയും പക്ഷേ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അത് കിട്ടാത്തതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ സഹോദരി പേപ്പർ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അത് കൊടുത്തത് ഹേബിയസ് കോർപ്പസ് ആണോ അതോ വസ്തുവകകൾ ആളില്ലാത്ത സമയത്ത് എടുത്തുകൊണ്ട് പോയി? അതല്ല കൊടുത്തത്. ഈ കാണാനില്ല, അതുകൊണ്ട് കാണുന്ന ഈ വസ്തുവകകൾ നശിക്കുന്നു. അതായത് അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ, ബൈക്കായാലും അതുപോലെ കാറായാലും പിക്കപ്പ് വാനായാലും കാറ്റത്തും മഴയത്തും വെയിലത്തും കിടന്ന് നശിക്കുന്നു. അത് അതിന്റെ ബുക്കും പേപ്പറും കൊണ്ടുവന്ന് അത് ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ആ പണം കുട്ടികളുടെ പഠനത്തിനോ ഒക്കെ ഉപയോഗിക്കാമല്ലോ. അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് വരാൻ വേണ്ടി
ഫോൺ ചെയ്തത്. പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല. ഈ 6 മാസം എടുത്തിട്ടും ഫോണൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പോലീസ് വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താണ് കുടുംബത്തിന്റെ ഒരു ഊഹം? എന്താണ് ഈ കൂട്ടാത്മഹത്യക്ക് കാരണം? എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. കാരണം ഈ 6 മാസം എറണാകുളത്ത് പോകുന്നത്, ട്രീറ്റ്മെന്റിന് പോകുന്നത് എന്തായിരുന്നു അവരുടെ അവസ്ഥ? എവിടെയാണ് താമസിക്കുന്നത്? ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞിട്ട് അത്രയും വലിയൊരു വീടും താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി എങ്ങനെയാണ് അവർക്കുണ്ടായത്? അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ അന്വേഷിക്കണം. ഈ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അന്വേഷിച്ചിട്ട് ഈ കുട്ടിയുടെ അത്ര ഭീകരമായ അല്ലെങ്കിൽ മാരകമായ അല്ലെങ്കിൽ അതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു എങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് അവിടെ താമസിച്ചുള്ള ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു ഹോസ്പിറ്റലിൽ കൂടി തിരക്കി അന്വേഷിക്കണം. അപ്പൊ ഇങ്ങനെ 2-3 ആവശ്യമാണ് ഇപ്പൊ എന്റെ സഹോദരി മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, അവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് കണ്ടെത്തുക. 2, ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയായ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ എന്താണ് ആ കുട്ടിയുടെ അസുഖം? അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ഇത്രയും കൂടിയ ഒരു വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടായി? ആരാണ് ഇവരെ അവിടെ കൊണ്ടുപോയത്? ഹോസ്പിറ്റലിലേക്ക് അവിടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യിപ്പിച്ചത് ആരാണ്? ആ തരത്തിലുള്ള വിവരങ്ങൾ അറിയണം. അപ്പൊ ഈ ആത്മഹത്യയുടെ വിവരങ്ങൾ വല്ലതുണ്ടോ? കാരണം അവര് ആത്മഹത്യ ചെയ്തല്ലെന്ന് വരുമോ? വേറെ ആരെങ്കിലും ഇതിൽ ഇടപെടലുകൾ ഉണ്ടാവും? അത് അന്വേഷിക്കണം എന്നാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ പൊതുവിൽ പറയുന്നത് ഒരു ആത്മഹത്യ ചെയ്തെന്നാണ് അല്ലെ? അപ്പൊ അത് ഈ സാഹചര്യം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും വലിയ ഒരു റിസോർട്ട് പോലുള്ള ഒരു വീട്ടിലെ വാടകയ്ക്കുള്ള താമസവും ഇടയ്ക്ക് 5 മാസം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാതിരുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ട്. ഇത് വളരെ വലിയൊരു ദുരൂഹതയാണ്. അതിൽ എന്തെങ്കിലും പ്രാപ്തിയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അത് വേണം നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവണം. സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താൻ അത്രയ്ക്ക് എന്തെങ്കിലും ഭീകരമായ അവസ്ഥയിൽ അവരായിരുന്നു. ഇവിടെ അവർക്ക് 2 വീടുണ്ട്. ഇതൊക്കെ ആ കുട്ടികളുടെ പേരിലുള്ള വീടാണ്. ഇവിടെ ഒരു വീടുണ്ട്, മൃഗശാല ഒരു വീട്. എല്ലാം കൂടി ഏകദേശം എത്ര രൂപയുടെ സമ്പത്ത് വരും ഉണ്ണിക്ക്? ഈ വീടും 10 സെന്റ് സ്ഥലവും കൂടെ ഉണ്ട്. അതുപോലെ മൃഗശാലയും ഉണ്ട്. ഇതെല്ലാം അവരുടെ പേരിലാണ്, കുഞ്ഞുങ്ങളുടെ പേരിലാണ്. നല്ല രീതിയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു അല്ലേ? പിക്കപ്പ് വാനുകളും കാറും ബുള്ളറ്റുകളും ഒക്കെ ആയിട്ട്. വാസ്തവത്തിൽ ഈ വാഹനങ്ങൾ കൊണ്ടും ഈ വീടും സ്ഥലവും കൊണ്ടും അവർക്ക് സുഖമായിട്ട് ജീവിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസ്ഥ അതിനുള്ള കിട്ടുമായിരുന്നു ആ ബിസിനസ്. ഇതെങ്ങനെ അറേഞ്ച്ഡ് മാരേജ് അല്ലേ? അറേഞ്ച്ഡ് മാരേജ്. പക്ഷെ വന്ന് താമസം തുടങ്ങി അവർ മാനസികമായിട്ട് അകന്ന് മുന്നോട്ട് പോകും. എന്നിട്ട് അവര് ബിസിനസ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് നടത്തണം, എനിക്ക് തുടർന്ന് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വാഹനങ്ങളുടെ താക്കോലും ഈ എല്ലാം അവർ കൈക്കലാക്കിയത്. തുടർന്ന് ഈ ഗോഡൌണിന്റെ താക്കോല് എല്ലാം അവർ കൈക്കലാക്കിയത് അവര് തുടർന്ന് ബിസിനസ് നടത്തണം എന്നുള്ള താല്പര്യത്തോടെയാണ്. അപ്പൊ ഈ ഉണ്ണിയെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് കുറച്ച് വീക്കായിരുന്നു. അതായത് പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നീ പോടാ എന്ന് പറഞ്ഞ് നിർത്താൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു അല്ലേ? ഒരു പാവം ടൈപ്പായിരുന്നു. മക്കളെയും ഭാര്യയെയും വളരെയധികം സ്നേഹിച്ചു. മക്കളൊന്നും ആരും പറയുന്ന ഇഷ്ടമല്ല, ഭാര്യ ആരെങ്കിലും പറയുന്ന ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് സ്നേഹമാണ്. സ്നേഹിച്ചുകൊണ്ട് നടന്ന സ്നേഹം, ഭയങ്കര സ്നേഹമാണ്. മക്കളോട് സ്നേഹം തന്നെ, ഭാര്യയോട് സ്നേഹം തന്നെ. ഒരിക്കലും മക്കളെ കുറിച്ച് ഭാര്യയെ കുറിച്ച് ഇത് പറയില്ല. ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്ന അമ്മ എന്നും പറയണ്ട. അമ്മ കുടുംബമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് അവൻ പറയുന്നവനാണ് എൻ്റെ മകൻ. റോഡിൽ തന്നെ നിന്നുകൊണ്ട് യൂണിയൻകാരൊക്കെ കൂടി എന്തെങ്കിലും പറഞ്ഞു ഇവന്റെ പോക്കറ്റിൽ ചെന്ന് ഇവള് കൈയിട്ടൊക്കെ എടുക്കുമ്പോഴേ അവൻ യൂണിയൻകാരും ഇങ്ങനെ തിരിഞ്ഞല്ലേ നാളെ കേൾക്കുന്നുണ്ട് തിരിയുന്നതാണ്. എനിക്കിപ്പോ 70 കഴിഞ്ഞു. അച്ഛൻ പത്രപ്രവർത്തകനാണ്. അദ്ദേഹം പിന്നെ കിഡ്നി പ്രശ്നമായിരിക്കും മരിച്ചു. എത്ര കാലം? ഇപ്പൊ 15 വർഷം 13 വർഷം കഴിഞ്ഞു. 13 വർഷം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ടിപ്പം
14 വർഷമായി. 14 വർഷമായിട്ടുണ്ടാവും. 14. മൂത്ത കൊച്ചിന് 14 തന്നെ. അതെ, 14. 15 വർഷമായി. അല്ല, കൊച്ചിന് 12 വയസ്സായി. 12 വയസ്സായിട്ടുള്ളൂ. എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് വാർത്ത തോന്നുമ്പോൾ പടയ്ക്കുകയും അത് ഭാര്യ വീഴുകയും ചെയ്യുന്ന സംഭവമാണ് വന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വന്ന് കാണുമ്പോൾ ഈ വീട്ടിലേക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ. മെയിൻ ഡോർ ലോക്ക്ഡാണ്, എല്ലാ റൂമുകളും ലോക്ക്ഡാണ്. സാധനങ്ങൾ വാരി വലിച്ചിട്ട പോലെ ഒറ്റയ്ക്ക് 70 വയസ്സുള്ള ഒരമ്മ ഇവിടെ ഉണ്ട്. ഇത് വളരെ സങ്കടകരമായ ഇതായിപ്പോയി. എന്തായാലും തകർന്ന ഒരു ദാമ്പത്യത്തിന്റെ ഒരു സ്മാരകം പോലെ ഉണ്ണിയുടെ മോഹമായിട്ടുള്ള ബുള്ളറ്റ് ഇവിടെ ഉണ്ട്. പുറത്ത് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഇതുണ്ട്, ഡിസയർ കാറുണ്ട്. പൊന്നൂമിനെ പോലെ ഉണ്ണി സ്നേഹിച്ച മക്കളുടെ ചെരുപ്പുകൾ ഇവിടെ ചിതറിക്കിടപ്പുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് എനിക്ക് തിരികെ തന്നില്ല എന്ന് പറഞ്ഞാണ് ആ അമ്മ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇതും തന്നത്. നമുക്കതൊന്നും വിഷ്വലി കാണിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. മുതിർന്നവർ കാണിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ, വാശികൾ, അത് എന്തിനു വേണ്ടിയെന്ന് അറിയില്ല. അവിടെയൊക്കെ ബലിയാടാവുന്ന ഈ കുരുന്നുകൾ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളായിരുന്നു. അവരറിയാത്ത അവരെ അവർക്ക് പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇത് ഒരിക്കലും മാതാപിതാക്കൾക്ക് ചേർന്ന പണിയല്ല. എന്തായാലും ഇവിടെ നിന്ന്